സാമൂഹ്യ പ്രവർത്തക അഞ്ജു പാർവതി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അഞ്ജു, വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഷെറിൻ്റെ ഈ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് തടവുകാരി. അതായത് വഴിവിട്ട സഹായങ്ങൾ ഷെറിന് ലഭിക്കുന്നത് വലിയ ഉന്നത ബന്ധങ്ങൾ പുലർത്തുന്നത് കൊണ്ടാണ് എന്ന്. അതായത് ഒരു ജയിൽ തടവുകാരിക്ക് ലഭിക്കേണ്ട എത്രത്തോളം ആനുകൂല്യം ലഭിക്കാമോ, പുറത്ത് ഒരു സ്ത്രീ എങ്ങനെ ഇടപഴകുന്നു ആ രീതിയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഷെറിൻ കൈപ്പറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ഈ വാർത്തയോട്? സത്യം പറഞ്ഞാൽ ഈ വെളിപ്പെടുത്തൽ വരുന്നതിന് മുമ്പ് തന്നെ അന്തരീക്ഷത്തിൽ കൃത്യമായിട്ട് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു വ്യക്തതയോടുകൂടി അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇത്. കാരണം മറ്റ് തടവുകാർക്കില്ലാത്ത പലതരം ആനുകൂല്യങ്ങൾ ഷെറിൻ എന്ന് പറഞ്ഞ കാർണവർ വധക്കേസിൽ കോടതി ശിക്ഷിച്ച എല്ലാ രീതിയിലും കോടതിക്ക് ബോധ്യമായിട്ട് കോടതി ശിക്ഷിച്ച ഒരു പ്രതിക്ക് കിട്ടുന്നുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമായിരുന്നു. ഇപ്പോഴാണ് പരസ്യമായിട്ട് ധൈര്യമായിട്ട് ഒരു തടവുകാരി തന്നെ സഹതടവുകാരിയെ വന്ന് രംഗത്ത് വന്നിട്ട് പറയുന്നതേ ഉള്ളൂ. ഇത് അതിന് മുമ്പ് തന്നെ, കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ള ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കാരണവർ വധക്കേസിലെ ഈ ഷെറിൻ എന്ന് പറഞ്ഞ പ്രതിക്കാണെന്ന് പറയാം, അല്ലേ? നമ്മൾ തോന്നിയിട്ടുണ്ട് ഒരു ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകം. ആലോചിച്ച് നോക്കൂ, കാരണവർ പോലെ ഒരു വ്യക്തിനെ അദ്ദേഹത്തിന് എതിരെ ഈ ഷെറിൻ ഒരു ഡൊമസ്റ്റിക് വയലൻസിന് പോലും കേസ് കൊടുത്തിട്ടില്ലായിരുന്നു എന്ന് ആലോചിച്ച് നോക്കണം മുമ്പ്. പിന്നീട് നമുക്കറിയാലോ, ഷെറിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പല വെളിപ്പെടുത്തലും പിന്നീട് പലരും നടത്തുന്നപ്പോൾ കാണിച്ചിട്ടുണ്ട്. കാരണങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ട് തോന്നിയെന്നും മറ്റുമൊക്കെ നമ്മൾ പിന്നീട് പല വാർത്തകളിലും കൂടെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് പോലും ആരോപിക്കാൻ അദ്ദേഹത്തിനെതിരെ ഇല്ലായിരുന്നു. പക്ഷെ കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് അവരുടെ ലോലുപതയ്ക്ക് വേണ്ടിയിട്ട് പല ബന്ധങ്ങൾക്കും വേണ്ടിയിട്ട് അവർ ആസൂത്രണം ചെയ്ത കൊലപാതകമാണ്. അത് കൃത്യമായിട്ട് തെളിയിക്കപ്പെടുകയും ചെയ്തു. അപ്പോഴും ആര് ഇവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും സഹതടവുകാരി എന്നുള്ള രീതിയിലുള്ള കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തൽ വന്നു. അതല്ലാതെ തന്നെ ജയിലിന്റെ അകത്തുള്ള വനിതാ ജയിലിലൊക്കെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് പലരും പരസ്യമായിട്ട് പറയുന്നില്ലാതെ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഈ കൃത്യമായിട്ടുള്ള പലർക്കും അറിയാമായിരുന്നു. കാരണം നമുക്കൊക്കെ അറിയാവുന്ന ഒരു സുഹൃത്ത് അവിടെ അതായത് തയ്യലിന്റെ ടീച്ചറുമായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരും ഒക്കെ അന്ന് പറയുന്ന കാര്യങ്ങളിലെ വെളിപ്പെടുത്തലൊക്കെ ഈ ഷെറിന് കിട്ടുന്ന കൃത്യമായിട്ടുള്ള പരിഗണന ഷെറിൻ തീരുമാനിക്കും പല കാര്യങ്ങളും എന്ന കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തൽ പലരും പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അവർക്കൊക്കെ അന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം കൃത്യമായിട്ട് വെളിപ്പെടുത്തലുമായിട്ട് വരുന്ന അവർക്ക് സമൂഹം എങ്ങനെ കാണുന്നു. കാരണം സത്യം പറഞ്ഞാൽ പോലും വെളുപ്പിക്കാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം പലപ്പോഴും അവരെപ്പോലും സംശയങ്ങളിൽ കാണുന്നതുകൊണ്ട് പലർക്കും ധൈര്യം ഉണ്ടായില്ല. പക്ഷേ തീർച്ചയായിട്ടും സഹതടവുകാരി എന്നുള്ള രീതിയിൽ ഇന്നൊരു കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയാണിത്. കാരണം ആലോചിച്ച് നോക്കണം, ശിക്ഷിക്കപ്പെട്ടൊരു പ്രതി ജയിലിൽ പോയാൽ പോലും അവർക്ക് അവിടെ കൃത്യമായിട്ട് നമുക്കറിയാമല്ലേ, അവിടെ ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ തന്നെ ഒരു ആക്ഷേപമുണ്ട്. ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രവുമല്ല ഈ ഷെറിനാണെന്ന് തോന്നുന്നു ബ്യൂട്ടി പാർലർ സൗകര്യങ്ങൾ അങ്ങനെ പലതും കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അഞ്ജു, അത് ശരിവെക്കുകയാണ് സുനിത. ആ സഹതടവുകാരിയായിരുന്ന സുനിതയുടെ വെളിപ്പെടുത്തലിൽ പറയുന്നതാണ് 10,000 രൂപയിലധികം വില വരുന്ന കോസ്മെറ്റിക് ഐറ്റംസ് ആണ് അന്ന് അവിടെ റെയ്ഡ് നടന്നപ്പോൾ പിടിച്ചെടുത്തത്. ഒരു പെട്ടി നിറയെ ഇങ്ങനെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. ജയിലിൽ ഇതൊക്കെ അനുവദനീയമാണോ? ഒരു നെയിൽ പോളിഷ് പോലും അതിനകത്തേക്ക് കയറ്റാൻ സമ്മതിക്കാത്തൊരു വ്യവസ്ഥയാണല്ലോ. പൂർണ്ണമായും ജയിലിൻ്റെ അകത്ത് ഈ തടവുകാർക്ക് നിഷ്കർഷിച്ചിരിക്കുന്ന വേഷവിധാനങ്ങൾ, ആ ഒരു ജീവിതശൈലി മാത്രമാണ് അവിടെ പിന്തുടരേണ്ടത്. പക്ഷെ ഇവിടെ നോക്കൂ, ഉന്നത ബന്ധങ്ങളുടെ പേരിൽ ഈ പ്രതിക്ക് എത്രയോ വലിയ ആനുകൂല്യങ്ങളാണ് നമ്മുടെ അധികാരികൾ ഒത്തുചേർന്ന് നൽകിയത്. തീർച്ചയായും അതൊരു വിമർശിക്കപ്പെടേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. വലിയൊരു പോയിന്റ് തന്നെയാണ്, അല്ലേ? നമ്മൾ എന്തുകൊണ്ട് ഒരാളെ കറക്ഷൻ സെന്റർ ആയിട്ടുള്ള ജയിലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വിടും? ഇപ്പം ലോൽപത കൊടുത്ത് എല്ലാ രീതിയിലുള്ള കംഫോർട്ട് ഉണ്ടെങ്കിൽ ജയിലും നാടും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? അപ്പൊ എന്ത് ശിക്ഷാരീതിയാണുള്ളത്? പക്ഷെ ഇവിടെ വ്യക്തമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തിന്റെ മീതെ ഒരു പരുന്തും പറക്കില്ല. കാരണം നമുക്കറിയാം ഷെറിനെ സഹായിക്കാൻ വഴിവെട്ട ഉന്നത ബന്ധങ്ങളുണ്ട്, രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇറങ്ങുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം പാർട്ടി ഫണ്ടിലേക്ക് കൃത്യമായിട്ടുള്ള ഇടപെടൽ? അതല്ലാതെ തന്നെ ചില നേതാക്കന്മാർക്ക് ഷെറിൻ എന്ന് പറഞ്ഞ സ്ത്രീയോട് തോന്നിയിട്ടുള്ള മറ്റ് രീതിയിലുള്ള ബന്ധങ്ങൾ. ഇവർ പലപ്പോഴും പരോളിൽ ഇറങ്ങിയിട്ട് ഒരിക്കലും ഷെറിൻ എന്ന് പറഞ്ഞ വ്യക്തി പോയിട്ടുള്ളത് വീട്ടിലേക്കല്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുണ്ട്. അവർ പല സുഖവാസ കേന്ദ്രങ്ങളിലേക്ക് പലരും കൃത്യമായിട്ട് കൊണ്ടെത്തിക്കുന്നുണ്ടായിരുന്നു, പോകുന്നുണ്ടായിരുന്നു. അതെല്ലാം ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു. അതൊക്കെയാണ് ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു എന്താ പറയാ, ഇത് ആലോചിച്ച് നോക്കുമ്പം ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം. അല്ലെങ്കിൽ തന്നെ പലരും പൊതുസമൂഹം കരുതി വെക്കുന്ന ഒരു കാര്യമുണ്ട്. ലേറ്റസ്റ്റ് നമ്മുടെ ചെന്താമരയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഉണ്ട്. ഒരു ശിക്ഷ കിട്ടിയാലും അതായത് ഒരാളെ കൊന്നാലും മൂന്നാളെ കൊന്നാലും ഒരേ കിട്ടാൻ പോണേ. കാരണം ഭയമില്ല. ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഇത് വരുമ്പോ തന്നെ
കർണവ വധക്കേസിൽ ഒരു പ്രതിക്ക് വഴിവിട്ട എല്ലാ ആനുകൂല്യങ്ങളും. ഈ ഷെറിന്റെ മറ്റൊരു കാര്യം നമ്മൾ കേട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തീരുമാനിക്കും എന്നാ പറയുന്നത്. ജയിലിലുള്ള കാര്യങ്ങൾ, ആർക്കുള്ള സഹായം, ആർക്കൊക്കെ എങ്ങനെ കൊടുക്കണം എന്നുള്ള സഹായങ്ങൾ പോലും വാർഡന്മാരോട് പോലും അവർക്കെല്ലാം പറയാനുള്ള അധികാരം ഉണ്ടായിരുന്നു. അവർ തീരുമാനിക്കും എന്നാ പറയുന്നത്. അത് മിക്കവാറും അസഹകരണകാരിയുടെ വെളിപ്പെടുത്തലിൽ പലതും ഉണ്ടാവാം. പക്ഷെ അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇന്ന ആൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കണമെങ്കിൽ ഷെറിനായിരുന്നു അവിടെ തീരുമാനിച്ചു കൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ജയിലിൽ ഒരു വാർഡൻ അല്ലെങ്കിൽ വനിതാ ഉദ്യോഗസ്ഥരെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരാള് ഷെറിനെ സുഖിപ്പിക്കുക എന്നുള്ളത് വാർഡന്മാര് എന്താ പറഞ്ഞ അവർക്കതൊരു ഭയങ്കര ഒരു ഷെറിനെ വിഷമിപ്പിക്കാൻ ആർക്കും വയ്യ. അതും ആലോചിച്ച് നോക്കണം. ഈ ഷെറിൻ കാരണം എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഷെറിനാണ്. ഒരു കറക്ഷൻ ജയിലെന്ന് പറഞ്ഞ ഒരു കറക്ഷൻ സെന്റർ ആണെങ്കിൽ പോലും ഈ ഷെറിൻ അവിടെ ചെന്നിട്ട് സഹതടവുകാരുമായിട്ട് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടെന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യം അവരുടെ ബുദ്ധിമുട്ട് കാരണം 2-3 ജയിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വന്നിട്ടുള്ള ഒരു തടവുകാരിനെയാണ് ഇപ്പോ നല്ല നമ്മൾ പറയുമല്ലോ ആ രീതിയിലേക്ക് പുറത്തുവിടാൻ യോഗം തീരുമാനിച്ചെന്ന് പറയുമ്പം ഞെട്ടണം എന്നല്ല പറയേണ്ടത്, ലജ്ജ തോന്നുമാണ്. എന്ത് വ്യവസ്ഥിതിയാണ് ഇത്രയ്ക്ക് പിഴച്ചുപോയ ഒരു വ്യവസ്ഥിതിയിൽ ജീവിക്കേണ്ടി വരുന്ന ഓരോ മലയാളികളും സത്യത്തിൽ ലജ്ജിച്ച് തല കുനിക്കണം എന്നാണ് പറയാനുള്ളത്. വളരെയധികം നന്ദി അഞ്ജു പാർവതി ഘട്ടത്തിൽ ജനം ടിവിയോട് പ്രതികരിച്ചതിന്.